കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 8-ാം വാക്യം. അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കുകയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവ് ലോകത്തിലായിരിക്കുമ്പോൾ 50ഓളം ഉപമകൾ പറഞ്ഞതായിട്ട് നാം പഠിക്കും. അതിൽ ഏകദേശം 30 ഉപമകൾ മത്തായി സുവിശേഷത്തിലും ബാക്കി 20 ഉപമകൾ മർക്കോസിലും ലൂക്കോസിലുമായി നാം പഠിക്കും. എന്നാൽ പ്രാർത്ഥനയെക്കുറിച്ച് 3 ഉപമകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ലൂക്കോസ് സുവിശേഷത്തിലാണ്. 11-ാം അധ്യായത്തിൽ ഒരു ഉപമയും 18-ാം അധ്യായത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് 2 ഉപമകളും നമ്മൾ പഠിക്കും. അതിൽ 11-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം 3 മിഡ്നൈറ്റ് ഫ്രണ്ട്സ്, അർദ്ധരാത്രിയിലെ 3 സ്നേഹിതന്മാർ. ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന ഉപമ ഒരർദ്ധരാത്രിയിൽ തൻ്റെ അടുക്കൽ ഒരു സ്നേഹിതൻ വന്നു. മുന്നറിയിപ്പ് കൂടാതെ വന്നത് നിമിത്തം അവന് കൊടുക്കാൻ സ്നേഹിതൻ്റെ അടുക്കൽ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ തൻ്റെ അടുക്കൽ വന്ന സ്നേഹിതന് അറിയാത്ത ഒരു സ്നേഹിതൻ തനിക്കുണ്ട്. താൻ പെട്ടെന്ന് തന്നെ ആ സ്നേഹിതൻ്റെ അടുക്കിലേക്ക് ഓടി എത്തി. അവിടെ ചെന്ന് വാതിലിന് മുട്ടി, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എൻ്റെ അടുക്കൽ ഒരു സ്നേഹിതൻ വന്നിരിക്കുന്നു. എന്നാൽ അകത്ത് നിന്ന് ഉത്തരം, വാതിൽ അടച്ചിരിക്കുന്നു, പൈതങ്ങൾ എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്കിപ്പോൾ കഴിയില്ല. ഈ 3 ഉത്തരങ്ങളിലും ചോദ്യത്തിന് മറുപടിയില്ല. ചോദ്യം വാതിലടച്ചോ എന്നറിയാനല്ലോ. ചോദ്യം കുഞ്ഞുങ്ങൾ എവിടെ കിടക്കുന്നു എന്നറിയാൻ വന്നതല്ല. എന്നാൽ തൻ്റെ ചോദ്യം ഇതാണ്, എനിക്ക് 3 അപ്പം വായ്പ തരണം. അത് ലജ്ജ കൂടാതെ താൻ മുട്ടിക്കൊണ്ടിരുന്നു. ഇവിടെ നാം പഠിക്കുന്ന ഒരു കാര്യം, ലജ്ജ കൂടാതെ മുട്ടിയാൽ ലജ്ജിപ്പിക്കാത്ത ഒരു സ്നേഹിതൻ നമുക്കുണ്ട്. അത് നമ്മുടെ കർത്താവാണ്. ഏത് അർദ്ധരാത്രിയിലും ജീവിതത്തിൻ്റെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മുടെ അടുക്കൽ വരുന്നവർക്ക് അറിയാത്ത ഒരു നല്ല സ്നേഹിതൻ നമുക്കുണ്ട്. അവൻ്റെ അടുക്കൽ ഏത് അർദ്ധരാത്രിയിലും ചെല്ലാം. അവൻ എഴുന്നേറ്റാൽ വേണ്ടുന്നിടത്തോളം തന്ന് തൃപ്തരാക്കി അയക്കുവാൻ അവന് കഴിയും. എന്നാൽ നാം ലജ്ജ കൂടാതെ മുട്ടണം. ഇവിടെ നാം പഠിക്കുമ്പോൾ ഒരിക്കൽ ഞാനൊരു ഇസ്രായേൽ ടുഡേ എന്ന ഒരു മാഗസിൻ വായിച്ചപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്ന ഒരു ആപ്തവാക്യം, ഗോഡ് ഈസ് ഓൾവേസ് ഇൻ ലൈൻ. ദൈവം എല്ലായ്പ്പോഴും ലൈനിലുണ്ട്. അവനൊരിക്കലും പരിധിക്ക് പുറത്തല്ല. എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കാൻ കഴിയുന്നവൻ, എവിടെ നിന്ന് പറഞ്ഞാലും ശ്രദ്ധിക്കാൻ കഴിയുന്നവൻ, എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും കേൾക്കാൻ കഴിയുന്ന ഒരു സ്നേഹിതൻ. ആകയാൽ ഈ പകൽ നാം ഓർക്കണം, നമ്മുടെ അടുക്കൽ വരുന്നവർക്ക് അറിയാത്ത ഒരു നല്ല സ്നേഹിതൻ നമുക്കുണ്ട്. ലജ്ജ കൂടാതെ നാം മുട്ടിയാൽ നമ്മെ ലജ്ജിപ്പിക്കാത്ത ഒരു സ്നേഹിതൻ നമുക്കുണ്ട്. ആ കർത്താവിൽ ആശ്രയിക്കുവാൻ, ആ നല്ല സ്നേഹിതനിൽ ചാരുവാൻ നമുക്ക് ദൈവത്തിനെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.
ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ ഈ വചനം കേട്ട എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളോട് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.